ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ദുബായിലേക്ക് തിരിച്ചെത്തി. ഇനിയുള്ള ആഴ്ച എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു ക്ലെൻസിങ് വീക്കാണ് കാണുന്നത്. ബോഡി, മൈൻഡ് ആൻഡ് സോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ കുടിക്കുന്നത് രാവിലെ തന്നെ നേരത്തെ എംപ്റ്റി സ്റ്റമക്കിൽ കുടിക്കുന്നത് ക്യുക്കുംബർ, സെലറി, മല്ലിയില, അതേമാതിരി ഒരു ഗ്രീൻ ആപ്പിൾ ഇട്ടിട്ടുള്ള ഒരു ജ്യൂസാണ് കുടിക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് തടിച്ചു പോയി, IMF ചെയ്യുന്നില്ലേ, ഈ കോലം വെച്ചിട്ട് എന്തിനാണ് യൂട്യൂബിലേക്കൊക്കെ വരുന്നത്, നിങ്ങളൊക്കെ വരാതെ ഇരുന്നൂടെ എന്നൊക്കെ. പൊന്നുമക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലും ഞാൻ എൻ്റെ വർക്ക് ബാലൻസും ഞാൻ എൻ്റെ ഹെൽത്തും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു വീഡിയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയൊന്നുമല്ല. എല്ലായ്പ്പോഴും ആ ഒരു ക്ലെൻസിങ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, ബാക്കിയുള്ളവർക്ക് അത് ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ബോഡി ഷേമിങ് എന്നുള്ളത് എന്തായാലും അത് നടന്നുകൊണ്ടേയിരിക്കും. അതൊരാളും വിട്ടു പോകാൻ പോകുന്നില്ല. എത്ര പഠിപ്പിച്ചു കൊടുത്താലും ഒരാൾക്കും ഒരു എഫക്റ്റും ഇല്ല. ഒരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെയൊക്കെ സ്ഥിതി എന്താണ്? സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണോ എൻ്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ടുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് ഞാനിതാ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബോഡി ക്ലെൻസിങ് ആയിട്ടുള്ള ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള എൻ്റെ ഒരു റുട്ടീനാണ് നിങ്ങൾ കാണുന്നത്. നാട്ടിൽ നിന്ന് നമ്മൾ 31-ാം തീയതി എത്തി. അതിന്ന് തുടങ്ങിയിട്ട് ഇതപ്പോൾ ഇനി ഞാൻ 7-ാം തീയതി ജോയിൻ ചെയ്യുന്നവരേക്കും, കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നവരേക്കും ഞാൻ ഇതൊക്കെ തന്നെയായിരിക്കും, സെയിം റുട്ടീൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ നേരത്തെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞു. 4 പേർക്കും പുഴുങ്ങിയ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരെ വെള്ളം പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാം നീറ്റായിട്ട് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് പ്ലാന്റ്സിൻ്റെ കാര്യം. ബിക്കോസ് അത് കറക്റ്റായിട്ട് അവർ നോക്കുന്നില്ലേ എന്നുള്ള ടെൻഷൻ ഞാൻ എപ്പോഴും അടിക്കാറുണ്ട്. സോ എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പേര് എന്താണ് പറയുക, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഹിസ്റ്ററിയോ ഒന്നും അറിയാത്തത് കൊണ്ട് അവർ സംസാരിക്കണമെന്ന് എനിക്കറിയാം. പിന്നെ എന്താ വെച്ചാൽ അവരുദ്ദേശിക്കുന്ന റിയാക്ഷനൊന്നും എൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അതൊക്കെ എന്താ പറയുക, അതൊക്കെ പഴയ കാലം. ഓക്കെ, ഇരുന്ന് ആലോചിച്ച് കരയൽ പിടിക്കൽ ഒക്കെ. ഇപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് പ്രോഗ്രസീവ്, നമ്മൾ എന്താണ് ലക്ഷ്യം നോക്കി പോകുന്നത്, വാട്ട് ഈസ് അവർ റിയൽ പേർപ്പസ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് അറിയുന്നതുകൊണ്ട് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെയ്യുന്നത് നമ്മുടെ കടമ. ശരി, ഇനി ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ഒരാഴ്ച എന്താണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ രാവിലത്തെ പ്രിപ്പറേഷനാണ്. നമ്മൾ എന്താണ് കഴിക്കുന്നത് ക്ലെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നത് ചിയ പുഡിങ്ങാണ്. അപ്പോൾ ചിയ പുഡിങ്ങിന് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കും, അതിലേക്ക് തൈര് ഒഴിക്കും, എന്നിട്ട് അതിനെ നല്ലപോലെ അടിക്കും. കുതിർത്ത് വെച്ച ചീയയിലേക്ക് അതൊഴിക്കും. അതൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു ജാർ എടുക്കും, ഒരു മെഷറിങ് ജാർ, ഒരു 500 ml. ആ ജാറിലേക്ക് നമ്മൾ കോൺഫ്ലേക്സ് ഇടും. സ്വീറ്റ്നെസ് ഒന്നും തന്നെയില്ല, ആ ഫ്രൂട്ടിലുള്ള സ്വീറ്റ്നെസ് മാത്രം തന്നെയുള്ളൂ. ഹണി അങ്ങനെ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല. എന്താണോ ആ ഫ്രൂട്ടിൻ്റെ സ്വീറ്റ്നെസ് അത് മാത്രം തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ടുള്ള നട്ട്സ്, അതേമാതിരി തന്നെ സീഡ്സ് മിക്സ് ആയിട്ടുള്ള രീതിയിൽ അതിടും. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂബെറി ആയതുകൊണ്ട് കുറച്ച് ബ്ലൂബെറി മുകളിലിടും, കുറച്ചും കൂടി കോൺഫ്ലേക്സ് മുകളിലേക്ക് ഇട്ടിട്ട് അടച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിയ പുഡിംഗ് റെഡിയാണ്. രാവിലെ നേരത്തെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളൊരു ക്ലെൻസിങ് ഭാഗമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഫോളോ ചെയ്തോളൂ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന കംപ്ലീറ്റ് ഉള്ള ദിവസങ്ങളിലേക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് നേരത്തെ കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ബൗളോളം ഉള്ള ചിയ ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് ഒരു ബൗള് ഞാൻ ചിയ കുതിർത്തിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ
ഞാൻ 2 രീതിയിലാണ് ഉണ്ടാക്കുന്നത്. 2 സ്ട്രോബെറി, 2 ബ്ലൂബെറി. അപ്പോൾ അങ്ങനെ 4 ദിവസത്തേക്കുള്ളത് ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറിയൊക്കെ നല്ല രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്ട്രോബെറി ഇതേമാതിരി ചീയൽ ആക്കിയിട്ട് വെക്കുക, അതിൻ്റെ ടോപ്പിങ്സ് ആക്കി വെക്കുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പിങ്സ് ആക്കി വെക്കാം. ഇത് ബ്ലൂബെറി ടോപ്പിങ്സ്. ഇതുപോലെ ഞാൻ 4 ദിവസത്തേക്ക് അടുപ്പിച്ചാക്കി വെക്കും. സോ ദാറ്റ് ആ നേരം നമുക്ക് കിടന്ന് പെടേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ രാത്രിക്കും ആക്കി വെക്കും. രാത്രിക്ക് എന്താണ് ആക്കി വെക്കുന്നത്? തൈരിൽ ചീയ കുതിർത്തിടും. എന്നതിന് ശേഷം ഒരു ബോക്സിലേക്ക് നമ്മൾ ആ ചീയനെ ആക്കി വെക്കും. എന്നിട്ട് ടോപ്പിങ്സ് എന്ത് വേണമെങ്കിലും നമുക്കിടാം. ഉപ്പേരി ഇടാം. ഞാൻ എന്താണ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ മാങ്ങയും നിലക്കടലയും അതേമാതിരി തന്നെ കുറച്ച് മാതളം ഉപ്പിട്ടിട്ടാണ് ചീയ എന്താണ് പറയുക മറ്റേ യോഗേർട്ടിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ചീയ ഉണ്ട്, അതിനെ ഞാൻ ഒരു ഡബ്ബയിൽ ആക്കി വെക്കും. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉള്ള ചോറും കൂട്ടാനും ഉണ്ടാക്കി കഴിഞ്ഞു. എന്താണ് ഉണ്ടാക്കിയെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരക്ക സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ അവരക്ക കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയ അവരക്ക കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ എന്താണ് പറയുക, നല്ല ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി, കട്ടിക്കുള്ള ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി, ചതച്ച ഉണക്കമുളകെല്ലാം ഇട്ടിട്ടുള്ള പയർ മെഴുക്ക് വരട്ടി. പിന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാബേജ് അവിയലാണ്. വിനീസ് കിച്ചണിൽ ഓൾറെഡി ക്യാബേജ് അവിയൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ. ക്യാബേജ് അവിയൽ വിനീസ് കിച്ചൺ എന്ന് അടിച്ചാൽ വരും. അടുത്തത് ചീരത്തോരനാണ്. നോർമലായിട്ടുള്ള നമ്മുടെ ചീര എന്താണ് തോരൻ വയ്ക്കുക അതുപോലെ തന്നെ. പിന്നെ മട്ട റൈസ്, സാധാരണ പോലെ മട്ട റൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാൽപ്പായസം ഉണ്ടാക്കി. എന്നുവെച്ചാൽ കിച്ചുവിന് പായസം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പാൽപ്പായസം ഉണ്ടാക്കി. അങ്ങനെ ഇതാണ് ലഞ്ചിൻ്റെ മെനു ഉണ്ടായിരുന്നത്. എല്ലാവരും എല്ലാം കഴിച്ചു. ഇനി ഞാൻ എന്താണ് കഴിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലേറ്റ് വളരെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. അരക്കൈയിൽ ചോറാണ് എടുക്കുന്നത്. അപ്പോൾ അരക്കൈയിൽ ചോറെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഏത് വേണമെങ്കിലും പച്ചക്കറി നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്തത് ഇന്ന് എടുക്കാൻ കുറേ മെഴുക്ക് വരട്ടിയാണ്. അതായത് കുറേ പയർ മെഴുക്ക് വരട്ടി എടുത്തു ഞാൻ. പിന്നെ ഒരു കൈയിലോളം സാമ്പാർ. ഇത് മാത്രമായിരുന്നു എൻ്റെ ഊണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബേസിക്കലി ഇനിയും ചോറ് കമ്മിയാക്കണം ഞാൻ. പക്ഷേ അരക്കൈയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഇനി ദിവസങ്ങൾ പോകും തോറും എന്തായാലും ആ ചോറിൻ്റെ ക്വാണ്ടിറ്റി കമ്മിയാവും. അപ്പോൾ ഇതാണ് ഉച്ചക്കലത്തെ. രാത്രിത്തെ ഉള്ളത് ഞാൻ കയ്യോടെ തന്നെ ഉണ്ടാക്കി വെക്കും. ബിക്കോസ് എല്ലാവരും നേരത്തെ കഴിക്കുന്ന കൂട്ടത്തിലാണ്. സോ ഞാൻ 3:30 ആകുമ്പോഴേക്കും തന്നെ രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കി. അതായത് ഇടിയാപ്പം, മുട്ടക്കറി, അടുത്ത ദിവസത്തേക്ക് ദോശയ്ക്കുള്ള നമ്മുടെ ഗ്രീൻ പീസ് കൂട്ടാനും കൂടി ചേർത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടിയാപ്പം, മുട്ടക്കറി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ്. പിന്നെ ഗ്രീൻ പീസ് കറി നേരത്തെ കൈയോടെ ഉണ്ടാക്കി വെച്ചത് എന്താ വെച്ചാൽ അടുത്ത ദിവസം രാവിലെ ഇതിന് വേണ്ടി മെനക്കെടണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് പെൻഡിങ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്തെ കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഡിന്നറ് ഞാൻ ഒന്നും തന്നെ വേണ്ട വയ്ക്കാറില്ല. അപ്പോൾ ഒരു ഇടിയാപ്പം എടുത്തിട്ടുണ്ട്. ആൻഡ് അതായത് മുട്ടക്കറി എടുത്തു. 4:50 4:55 ആകുമ്പോഴേക്കും തന്നെ ഞാൻ എൻ്റെ ഡിന്നർ തീർക്കും. നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു IMF എടുക്കണ്ടോ എന്നുള്ളത്. സോ ഇവിടുന്ന് അങ്ങോട്ട് 5:15 ആകുമ്പോഴേക്കും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് IMF തന്നെയാണ്. സോ ഒരു ഇടിയാപ്പം ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള യോഗേർട്ടും മാങ്ങയും മാതളവും നിലക്കടലയും കൂടിയിട്ടുള്ളതും കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇതുപോലെ ഒരു ഫുൾ വീക്ക് ഇങ്ങനെ തന്നെ പോവും, ഒരു ക്ലെൻസിങ് വീക്ക് എന്നുള്ള നിലയിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ടേക്ക് കെയർ.